നമസ്കാരം. പീസ് ബി ടു യു. ഞാൻ മാരിയോയാണ്. ഒരു ലൈവ് വീഡിയോയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ സാറ്റർഡേ ഈ സമയത്ത് ജോലിക്കാർ ഒരുപാടുണ്ടാകും. കുറച്ച് പേരെങ്ങാനും ഫ്രീ ആയിട്ട് മൊബൈലൊക്കെ നോക്കാൻ പറ്റിയവരുണ്ടാകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻ്റൊക്കെ അയക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ മാധ്യമപ്രവർത്തകരിൽ, ഞാൻ പറഞ്ഞത് സാറ്റലൈറ്റ് മാധ്യമപ്രവർത്തകരെ അല്ല, ഓൺലൈൻ മാധ്യമപ്രവർത്തകരിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് മറുനാടൻ മലയാളി സാജൻ സക്കറിയ. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന നമ്മുടെ CJ റോയിയുടെ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ നേതാവിനെ അല്ലെങ്കിൽ തുടക്കക്കാരനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റിലിടാം. നിങ്ങളതൊന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. അതിൽ CJ റോയ് സാറ് കടുത്ത വിഷാദ രോഗത്തിന് ബുദ്ധിമുട്ടിയിരുന്നു കുറേ മാസങ്ങളായെന്നും അതിന് ട്രീറ്റ്മെൻ്റ് എടുത്തെന്നും അതേസമയം കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നും പിന്നെ ചില അഭിമാന വിഷയങ്ങൾ, ഈ സാമ്പത്തിക വിഷയങ്ങളും എല്ലാം ചേർന്ന് കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പറയുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തെ കൗൺസിലിംഗ് നൽകിയുള്ള അനുഭവത്തിലും പ്രഭാഷണങ്ങൾ നൽകിയുള്ള അനുഭവത്തിലും പ്രത്യേകിച്ച് കുടുംബപരമായി ഒരുപാട് തകർച്ച നേരിട്ട കുടുംബങ്ങളെ ഒന്നിപ്പിച്ച ആളെന്ന നിലയിലും ഇപ്പോൾ വ്യക്തിപരമായി ഞാനും കുടുംബത്തിലൂടെ കുറേ വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന നിലയിലും എനിക്ക് ചില കാഴ്ചപ്പാട് ഇതിനെക്കുറിച്ചുണ്ട്. അതെൻ്റെ കൂട്ടുകാരോട് പങ്കിടുക എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങളിത് കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദൈവം ആഗ്രഹിച്ചാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇതൊന്ന് ഷെയർ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കോ ഇത് തീർച്ചയായും ഉപകാരപ്പെടും. പിന്നീട് ദുഃഖിക്കുന്നതിലും നല്ലത് ഇതൊന്ന് ഷെയർ ചെയ്ത് വെച്ചേക്കുക. തീർച്ചയായും സമയം കിട്ടുമ്പോൾ നിങ്ങളിത് കേൾക്കുക. ഒരുപക്ഷെ അല്പം നീണ്ടുപോയ ലൈവാണെങ്കിലോ എന്നോർത്തിട്ടാണ്. നമ്മുടെ വിഷയം ആത്മഹത്യയാണ്. അതും കൂടെ ആദ്യമേ പറയാം. ആത്മഹത്യ. ഈ ആത്മഹത്യ പ്രവണത മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുമോ? അങ്ങനെ മുൻകൂട്ടി കണ്ടെത്താനുള്ള വഴികൾ എന്താണ്? അങ്ങനെ മുൻകൂട്ടി നമുക്ക് പ്രവണതയുള്ളവരെ കണ്ടെത്താൻ സാധിച്ചാൽ അവരെ അതിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിപ്പിക്കാൻ പറ്റുമോ? ഇനി അല്ല എങ്കിൽ ഓരോരുത്തർക്കും വിളമ്പിയത് ഭക്ഷിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ആത്മഹത്യക്കായി ജനിച്ചവൻ ആത്മഹത്യ ചെയ്തേ തീരുള്ളൂ എന്ന ഒരു ഡെസ്റ്റിനി വിശ്വാസത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആത്മഹത്യ എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. പക്ഷേ തക്ക സമയത്ത് അത് തിരിച്ചറിയാനും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും സാധിച്ചാൽ അവരെ അതിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിച്ചെടുക്കാൻ പറ്റും എന്നതാണ് സത്യമായ കാര്യം. അപ്പോൾ ഇതിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ ആദ്യമേ നിങ്ങളോട് സംസാരിക്കാം. കാരണം ഈ ആത്മഹത്യ പ്രവണത ഉള്ളവരെ മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിന് മനഃശാസ്ത്രമോ മതശാസ്ത്രമോ ഇനി അല്ല എങ്കിൽ ശരീരശാസ്ത്രമോ ഒന്നും വ്യക്തമായി നമുക്ക് മറുപടി തന്നിട്ടില്ല. എങ്കിലും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മഹത്യയും അവരുടെയൊക്കെ അതിനു മുമ്പുണ്ടായിരുന്ന സ്വഭാവ ശൈലികളും വിലയിരുത്തിയിട്ട് നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, അതൊരു അക്യുറേറ്റ് കാൽക്കുലേഷൻ, ഒരു മാത്തമാറ്റിക്സ് പോലെ അല്ലെങ്കിൽ ഒരു സയൻസ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നമുക്കൊരു പരിധിവരെ ജനങ്ങളെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളും മരിക്കാനല്ല തീരുമാനിക്കുന്നത്. ഹലോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരാളും മരിക്കാനല്ല തീരുമാനിക്കുന്നത്. മറിച്ച് അവരുടെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ ഒരു വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അവർ നോക്കിയത്. അത് കുടുംബത്തിലെ ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകാം, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകാം, നാണക്കേട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകാം, ഒറ്റപ്പെട്ടു പോയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകാം, കളിയാക്കലുകളിൽ നിന്ന് രക്ഷപ്പെടാനാകാം. ഇങ്ങനെ ഏതോ തരത്തിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വിയോഗമാകാം, തിരസ്കരണമാകാം, ലവ് ഫെയിലിയർ ആകാം, എന്തോ ആകാം. അവർക്ക് താങ്ങാൻ പറ്റാത്ത വേദനകൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ആത്മഹത്യ എന്നത്. അപ്പോൾ ഇവരുടെ ഒന്നും ലക്ഷ്യം മരിക്കലല്ല, പ്രശ്നത്തിന് സൊല്യൂഷൻ വേറെ ഇല്ല എന്ന് തോന്നലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവണതയുള്ളവരെ തക്ക സമയത്ത് സഹായിക്കാൻ നമുക്ക് സാധിച്ചാൽ അവരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇനി ആർക്കാണ് ഈ അമിതമായ
ആത്മഹത്യാ പ്രവണത ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഭയങ്കര നിരാശ വന്നവർ, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എന്നെ കൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്ന ഉറച്ച നിരാശ. രണ്ട്, ആരൊക്കെ സഹായിച്ചാലും എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന ഉത്തമ ബോധ്യം ഉള്ള ചില ആളുകൾ. മൂന്ന്, എന്നെ ആർക്കും വേണ്ട, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് എന്ന് ആഴമായി ചിന്തിക്കുന്ന ഒരാൾ. അല്ലെങ്കിൽ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമായി മാറുമോ എന്ന് ഭയക്കുന്ന ഒരാൾ. എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അപ്പന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ കൂട്ടുകാർക്ക്, ഞാൻ ഇന്നുവരെ പോറ്റി വളർത്തിയ എൻ്റെ മക്കൾക്കൊക്കെ ഞാനൊരു ഭാരമായി മാറിപ്പോയോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഒന്നും കൂടെ പറഞ്ഞാൽ, അവരുടെ ഉള്ളിൽ ഒരു ടണൽ വിഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ടണൽ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് മുന്നിൽ മരണമല്ലാതെ വേറൊരു വഴിയും ഞാൻ കാണുന്നില്ല എന്ന തോന്നൽ. ഈ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അദ്ദേഹം ചിന്തിക്കുന്നത് ഇതിൽ നിന്നൊന്നും കരകയറാൻ എനിക്കൊരു വഴിയുമില്ല. ടണൽ വിഷനാണ്. എനിക്ക് ആകെയുള്ള വഴി അങ്ങ് തീർന്നേക്കുക എന്നുള്ളത്, വേറെ വഴിയൊന്നും ഇല്ല എന്ന തരത്തിലേക്ക് ഇവരെത്തിപ്പെടുക. പക്ഷെ അപ്പം ഒരു ചോദ്യം വരും, ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുമോ, ഇവരെ അതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു പ്രത്യേക മനുഷ്യർക്കാണ് ഈ പ്രവണത, ആത്മഹത്യ പ്രവണത ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ വിഷാദ രോഗത്തിന് അഡിക്റ്റായ ആളുകളെ, രണ്ടാമത് മുമ്പൊരിക്കലെങ്കിലും ഇതിന് ശ്രമിച്ചവരെ, ശ്രദ്ധിക്കണേ, മുമ്പ് എന്തെങ്കിലും ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാൾ, അയാളിൽ ഈ ഡിപ്രഷൻ വല്ലാതെ കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയും കരുതലും നന്നായി കൊടുത്തിരിക്കേണ്ടതാണ്. അതാരാണെങ്കിലും, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇന്നും അവർ പോലും അറിയാത്ത ഒരു കെയർ അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. രണ്ട്, പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ആഘാതം, അവരേറ്റവും സ്നേഹിച്ച ഒരാളുടെ മരണം, അവരേറ്റവും പ്രതീക്ഷിച്ച ബിസിനസ്സിൻ്റെ ഒരു പരാജയം, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ നിങ്ങളെ തള്ളി പറയുന്നു, നിങ്ങൾ ജീവനായി കണ്ട ഒരാൾ നിങ്ങൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിന് സഹിക്കാൻ പറ്റാത്തൊരു വേദന അങ്ങോട്ട് വരാം. ഈ വേദന ആർക്കെങ്കിലും വരുന്നത് നിങ്ങൾ അറിഞ്ഞാൽ അതവൻ സഹിച്ചോളും അല്ലെങ്കിൽ അവൾ സഹിച്ചോളും എന്ന് കരുതുന്നതിന് പകരം അല്പം അവരുടെ അടുത്ത് പോയി നിന്ന് ആശ്വാസവാക്യങ്ങൾ കൊടുക്കുന്നത് നന്നായിരിക്കും. മൂന്ന്, ആരെങ്കിലും ഒരാൾ കുടുംബത്തിൽ നിന്ന് ഒരു കാരണമില്ലാതെ മാറി നിൽക്കുക, ആരോടും അധികം മിണ്ടാതിരിക്കുക, പെട്ടെന്ന് ഒറ്റപ്പെട്ട് റൂമിലേക്ക് ഒതുങ്ങി മാറുക. ഇതുവരെയും നന്നായി ജീവിച്ച ഒരാളിൽ ഒരു ഒറ്റപ്പെടലും ഒറ്റയ്ക്ക് ജീവിക്കലും കൊതിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ അവരെ ഇച്ചിരി ഗൗരവത്തോടെ ശ്രദ്ധിക്കണമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും വളരെ ആക്റ്റീവായിട്ട് എല്ലാവരെയും സഹായിച്ച് എല്ലാം ഭയങ്കര സന്തോഷമുള്ള ഒരാളായിരുന്നു. പക്ഷെ പതുക്കെ കുടുംബക്കാരോടൊക്കെ മിണ്ടാട്ടം കുറച്ച് കുറഞ്ഞു, കുറച്ച് ദിവസം ഒറ്റക്ക് മുറിയിലൊക്കെ ഇരിക്കുന്ന പോലെ തോന്നി. അവസാനം നിങ്ങൾ ഓരോന്ന് ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ പതുക്കെ ഹോസ്റ്റലിലേക്ക് മാറി തങ്ങാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അങ്ങോട്ടങ്ങ് മാറിക്കളഞ്ഞു. ബന്ധം പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് പോയി ഒറ്റയാനായിട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളിൽ ചെറിയ ആത്മഹത്യാ പ്രവണത തുടങ്ങിയിട്ടുണ്ടാകണം. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അല്പം ഗൗരവത്തോടെ അവരെ ശ്രദ്ധിക്കണം. പിന്നെ ലഹരിക്ക്, അതായത് മദ്യത്തിന് വല്ലാതെ അടിമപ്പെട്ടു പോവുക, ഇനി അല്ലെങ്കിൽ കഞ്ചാവിന്, ഇനി അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറിന്, ഇങ്ങനെ ഏതെങ്കിലും ലഹരിക്ക് വല്ലാതെ അടിമപ്പെട്ടു പോയ ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുമായി എന്തെങ്കിലും കാര്യത്തിന് വഴക്കിടുമ്പോഴും അവരോട് ഭയങ്കരമായിട്ട് കയർക്കുമ്പോഴും ഒക്കെ ചെറിയൊരു ശ്രദ്ധ നിങ്ങൾ തന്നെ ചെലുത്തണം. കാരണം ഇത് ഇവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിക്കൊള്ളണമെന്ന് ഇല്ല എന്നുള്ളതാണ്. അപ്പം ആത്മഹത്യ പ്രവണത ഉള്ളവർ ആര് എന്ന് നമുക്കൊരു ഐഡിയ വരെ മനസ്സിലാകുന്നു, പക്ഷെ ഇതൊന്നും വ്യക്തമല്ല. ഇനി നമുക്ക് എങ്ങനെ ഇവരെ മുൻകൂട്ടി മനസ്സിലാക്കാം? അതായത് ഒരാൾ ഒരാത്മഹത്യ ചിന്തയിലേക്ക് നീങ്ങുന്നു എന്നത് അല്പം മുൻകൂട്ടി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ചോദ്യം. അത് അയാളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നമുക്കൊരു പരിധിവരെയൊക്കെ കണ്ടെത്താൻ പറ്റും. ഒരു വ്യക്തിയുടെ സംസാരത്തിൽ വരുന്ന മാറ്റത്തിലും പെരുമാറ്റത്തിൽ വരുന്ന മാറ്റത്തിലും ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഒന്ന്, ചില വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ജീവിതമേ മടുത്തു എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. അത് ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ ഗൗരവത്തോടെ എടുക്കണം. പക്ഷെ പല പ്രാവശ്യം ജീവിതം മടുത്തു, എന്തിനാ ജീവിക്കുന്നത്, എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം, എല്ലാം മായ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞ ഡിപ്രഷൻ, വിഷാദം നന്നായി കയറി പിടിച്ചിട്ടുണ്ട്. പതുക്കെ ഡോറ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ലൈഫ് വിട്ടു പോകുക എന്നുള്ള ചിന്തയിലേക്ക് ആൾ മാറുന്നുണ്ട് എന്നോർത്തോളുക. രണ്ട്, എന്തെങ്കിലും വഴക്ക് കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അല്ല ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായാൽ നിങ്ങളുടെ പ്രശ്നം തീരുമല്ലേ എന്ന് ഒറ്റ പ്രാവശ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അയാളെ നിങ്ങൾ അല്പം ഗൗരവത്തോടെ കാണണം.
ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഗൗരവത്തോടെ കാണണം. ഞാനല്ലേ നിങ്ങൾക്കൊക്കെ ഭാരം, എൻ്റെ ഭാര്യയെ നിനക്ക് ഞാനല്ല ഭാരം, എൻ്റെ മക്കളെ നിങ്ങൾക്ക് ഞാനല്ലേ ഭാരം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് നിനക്ക് ഞാനല്ലേ ഭാരം, എൻ്റെ മക്കളെ നിനക്ക് ഞാനല്ലേ ഭാരം, അല്ലെങ്കിൽ അപ്പനമ്മയോട് ചേട്ടാനിയന്മാരോട് ഞാനല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാരം, ഞാനങ്ങ് ഇല്ലാണ്ടായാൽ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരുമല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടങ്ങ് ഇറങ്ങിപ്പോകുന്ന ചില രംഗങ്ങളുണ്ട്. ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്. അങ്ങനെ കരഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു കുട്ടി, അതായത് പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് വാങ്ങാതെ വന്നതിന് അപ്പനും അമ്മയും ഒന്നിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ ഞാനല്ലേ നിങ്ങൾക്ക് ഭാരം എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയ കുഞ്ഞ് തൂങ്ങി മരിച്ചത്, ഒരു മരക്കൊമ്പിൽ തൂങ്ങി, ഒരു കശുമാവിൻ്റെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ചത് കാണാൻ ഇടയായ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് കൗൺസിലിംഗ് കൊടുക്കാൻ ഇടയായ ഒരാളാണ്. അപ്പോൾ ഈ ഒരു വാക്ക് ഭയങ്കര ഗൗരവമാണ്. ഞാൻ നിങ്ങൾക്ക് ഭാരമാണെന്ന് തോന്നിയാൽ അയാൾക്ക് പതുക്കെ തോന്നുന്നത് എനിക്കാരുമില്ല, ഞാൻ എല്ലാവർക്കും ഭാരമല്ലേ, എന്തിനാണ് ഭൂമിക്ക് ഇത്രയും ഭാരം, ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും മണ്ണിന് തിന്നാനുള്ള, പുഴുക്കൾക്ക് തിന്നാനുള്ള ഒരു സാധനമാണല്ലോ എൻ്റെ ശരീരം, അങ്ങ് മരിച്ചേക്കാം എന്നൊരു ചിന്ത ഇവരുടെ തലയിലേക്ക് വരുന്നുള്ളതാണ്. 3, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലെ ഒരാൾ വല്ലാതെ ഉറക്കം കുറഞ്ഞു വരിക എന്ന് വിചാരിക്കും. ഉറക്കം വല്ലാതെ കുറഞ്ഞു വരുമ്പോൾ മാനസിക വിഭ്രാന്തി ഉണ്ടാവും. സ്വാഭാവികമായും നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനോ സൈക്കോളജിസ്റ്റിനെ കാണിക്കാനോ ഒക്കെ ശ്രമിക്കും. വല്ലാതെ ഉറക്കക്കുറവ് മാത്രമല്ല, ചിലർ വല്ലാണ്ടങ്ങ് ഉറങ്ങാൻ തുടങ്ങിയാലും അപകടമാണെന്നാണ് മനഃശാസ്ത്രം. അതായത് രാത്രി മുഴുവനും ഉറങ്ങുന്നു, പകൽ സമയം കിട്ടുമ്പോൾ മുഴുവനും ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ മറക്കാൻ ശ്രമിക്കുന്ന, ഇവർക്ക് ചിന്തിക്കുമ്പോൾ വേദനിക്കുന്ന എന്തോ ഭയങ്കര സങ്കടം ഇവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഒന്നെങ്കിൽ അമിതമായി ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഒട്ടും ഉറങ്ങാൻ പറ്റാത്തത്. അങ്ങനെയുള്ള ആളുകൾക്കും പ്രത്യേക ഒരു പരിഗണനയും പ്രത്യേക ഒരു വാത്സല്യവും ഒരു പോസിറ്റീവ് സ്ട്രോക്കും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പിന്നീട് 4ാമത്തെ കാര്യമാണ് ഒരു വിടവാങ്ങൽ സംസാരം വായിന്ന് വരിക. വിടവാങ്ങൽ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഞാനങ്ങ് മരിച്ചുപോയാൽ ആ സ്വത്ത് ഇന്ന മോൾക്ക് കൊടുത്തേക്കണം, എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ ആ സ്ഥലം ഇന്ന ആൾക്ക് കൊടുത്തേക്കണം, എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ ഭാര്യ ഇന്നതുപോലെ ആകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിടവാങ്ങൽ സംസാര ശൈലി. ഇനി അതല്ല എങ്കിൽ ഇവരെഴുതുന്ന ഡയറിക്കകത്ത് ഒരു വിടവാങ്ങൽ ശൈലിയിലുള്ള എന്തെങ്കിലും എഴുത്ത്, ഈ കുറിപ്പൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും എഴുതുന്നതായിരിക്കില്ല, അവർ ഇച്ചിരി എഴുതി വെച്ച് പോകുന്നുണ്ടാവും. അപ്പോൾ ഇവരുടെ ഡയറി ഏതെങ്കിലും തരത്തിൽ കാണാനോ വായിക്കാനോ ഇടയായി ഒരു വിടവാങ്ങൽ ശൈലി ഉണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവർ ഓർത്തോണം, ഇതിനകത്ത് എന്തോ പന്തികേടുണ്ട്, ഒരു അപകടം മണക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കുറച്ച് കൂടുതൽ അവരെ സ്നേഹിക്കുക. അവർ പുറമെ ഭയങ്കര മനഃശക്തിയുള്ളവരായും ഭയങ്കര ധീരരായും ഭയങ്കര കോൺഫിഡൻസ് ആളുകളായും ഒക്കെ പെരുമാറിയാലും അവർ പ്രഭാഷണങ്ങളിലും നാട്ടുകാരുടെ മുമ്പിലും ഒക്കെ ഞാൻ ഭയങ്കര പവർഫുള്ളാണ്, ഞാൻ ഫീനിക് പക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരവും ഡയലോഗും ഒക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇവർ ഭയങ്കര വീരുകളായിരിക്കും, ഭയങ്കര നിസ്സഹായരായിരിക്കും. അവരുടെ ആ നിസ്സഹായതയും അവരുടെ ആ ഒരു കഴിവില്ലായ്കയും മറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ധിക്കാരവും അഹങ്കാരവും ഒക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ തന്നെയും ഇതിനെക്കുറിച്ച് ഡോക്ടർ ജോർജ് പടനിലം എഴുതിയൊരു പുസ്തകമുണ്ട്, ഫിഗ് ലീഫ് കോൺസ്പിറസി എന്ന് പറഞ്ഞിട്ട്. പറ്റുമെങ്കിൽ വായിക്കണം. ഇപ്പോൾ അത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അന്ന് ഡോക്ടർ നേരിട്ട് എനിക്ക് തന്നതായിരുന്നു ആ പുസ്തകം. ഫിഗ് ലീഫ് കോൺസ്പിറസി എന്ന് പറയും. അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഞാൻ കഴിവുകെട്ടവനാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ് എന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് അവൻ അത് മറക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഫിഗ് ലീഫ് കോൺസ്പിറസിയിൽ പറയുന്നത് ആദമും ഹവ്വയും ഒരു കുഴപ്പമില്ലാതെ അഭിമാനത്തോടെ ജീവിച്ചവരാണ്. പക്ഷെ അവരെന്നാണോ ആ ഒരു പഴം അവർ ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് നഗ്നരാണെന്ന് തോന്നി. അപ്പം അവരിൽ എന്തോ കുറവുണ്ടെന്ന് തോന്നിയപ്പം അവരുടനെ തന്നെ അത്തിയില പറിച്ചിട്ട് അതിനെ മൂടാൻ തുടങ്ങി. പക്ഷെ വൈകുന്നേരമായി ഉണങ്ങിപ്പോയപ്പോൾ വീണ്ടും വേറെ ഇല പറിച്ച് പൊത്താൻ തുടങ്ങി. ഇതിനെയാണ് അത്തിയില കൊണ്ട് പൊത്തുന്ന ഒരു സ്വഭാവം എന്ന് വിളിക്കുക. പലപ്പോഴും പല മനുഷ്യരും വല്ലാത്ത ആർഭാടങ്ങൾ കാണിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ശൂന്യനാണ് എന്ന് തോന്നുമ്പോഴാണ്. അതായത് സമൂഹത്തിൽ ഇച്ചിരി വിലയും നിലയും പിടിച്ചെടുക്കാൻ വേണ്ടി ഞാനെന്തോ കൊള്ളരുതാത്ത ആളാണെന്നുള്ളിൽ തോന്നുമ്പോൾ പരമാവധി ഇവർ ലക്ഷൂറിയസ് വീട് പണിയാനും ലക്ഷൂറിയസ് വാഹനങ്ങൾ വാങ്ങാനും ലക്ഷൂറിയസ് ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ പെരുമാറാനുമുള്ള ഒരു ത്വരത ഓട്ടോമാറ്റിക്കലി അവരിൽ വളരുന്നുള്ളതാണ്. മറിച്ച് സെൽഫ് കോൺഫിഡൻസും സെൽഫ് വർത്തും വ്യക്തമായി അറിയാവുന്ന ആൾ വലിയ കോടീശ്വരനാണ്, വലിയ വീടുണ്ട്, വലിയ വാഹനം ഉണ്ടെങ്കിലും മിക്കവാറും സ്കൂട്ടിയുമായിട്ടായിരിക്കും അയാൾ റോട്ടിൽ കൂടെ എല്ലാം കറങ്ങുന്നത്. എളുപ്പത്തിൽ പോകാം, എളുപ്പത്തിൽ വരാം എന്നും വിചാരിച്ചിട്ട്. സോ ദർ ഈസ് എ ഡിഫറൻസ്. അതായത് നമ്മൾ ഈ ഫിഗ് ലീഫ് കോൺസ്പിറസി പോലെ നമ്മൾ ആരോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ആളുകൾ പൊതുവെ ഉള്ളിൽ ചെറുതായിട്ട് പൂതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങൾ സഹിക്കാനുള്ള കട്ടി അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനസിക ആരോഗ്യം അവർക്ക് കുറവായിരിക്കുമെന്നുള്ളതാണ് മനഃശാസ്ത്രം. അതുപോലെ തന്നെ സ്വഭാവത്തിലെ ഭയങ്കര തീവ്രത, പെട്ടെന്ന് ഇതുവരെയും ഭയങ്കരമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളേ അല്ല. എന്ത് പ്രശ്നം വന്നാലും സൗമ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഭയങ്കര ദേഷ്യക്കാരനായി മാറുക, അല്ലെങ്കിൽ ഭയങ്കര സങ്കടക്കാരനായി മാറുക, അല്ലെങ്കിൽ അസ്വാഭാവികമായ ഭയങ്കര ശാന്തത. അതായത് പൊതുവെ ഒരു നല്ല മനുഷ്യൻ, എല്ലാവരുടെ ഇടയിൽ നന്നായി ജീവിച്ച ഒരാൾ
അനാവശ്യമായി വെറുതെ കോപപ്പെടുക, അനാവശ്യമായി വെറുതെ സങ്കടപ്പെടുക, ഇനി അല്ലെങ്കിൽ ഭയങ്കര ശാന്തത, കാം ആൻഡ് കൂൾ, ആരെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നടക്കുക. കാരണം ഇയാൾ ഉള്ളിൽ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്നെ നിങ്ങൾക്ക് കുത്താനും നോവിക്കാനും കളിയാക്കാനും ഇനി അധികം നാളൊന്നുമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെല്ലാം എന്നെ ഓർത്ത് കരയും എന്നുള്ള ഒരു പ്ലാൻ ഇയാളുടെ മനസ്സിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാകും എന്നത് നമ്മൾ മറക്കരുത്. ഇനി എങ്ങാനും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ചില സ്വഭാവങ്ങളുള്ള ഒരാളെ നിങ്ങൾ കണ്ടെത്തി എന്ന് വിചാരിക്കുക. കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന്, അവരോട് നിങ്ങൾ തുറന്ന് സംസാരിക്കണമെന്ന് പറയാനുള്ളത്, അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായി കേൾക്കുക. ഈ വിഷമവും സങ്കടമൊക്കെ ഉള്ളിലുള്ളവരെ പൂർണ്ണമായി കേൾക്കുക. ഇത് കേൾക്കുന്ന സമയത്ത് ഒരിക്കലും അന്ന് നീ അങ്ങനെ ചെയ്തു പോയത് കൊണ്ടല്ലേ, അന്നേ പറഞ്ഞതല്ല ബിസിനസ് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന്, അന്നേ പറഞ്ഞതില്ല നീ ആ ഫ്രണ്ടുമായിട്ട് കൂട്ടുകൂടണ്ടായിരുന്നു, അന്നേ പറഞ്ഞതല്ല ആ ബിസിനസ് പാർട്ട്ണർ ശരിയല്ലായിരുന്നു എന്നൊന്നും ഒരിക്കലും പറയരുത്. ഇയാളുടെ വേദനയും സങ്കടങ്ങളും മുഴുവനും പറഞ്ഞു തീരുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കേട്ടിരിക്കുക എന്നതാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയ കുറ്റബോധം കൂടുകയും അവരുടെ ഹൃദയം വിങ്ങുകയും ഉള്ളൂ. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കേട്ടിരിക്കുക. രണ്ടാമത്, അവരോട് തുറന്ന് ചോദിക്കണം. എല്ലാവർക്കും ഒരു പേടിയുണ്ട് അങ്ങനെ തുറന്ന് ചോദിക്കാൻ. ശരിക്കും വിങ്ങുന്ന ഒരാളോടാ നിനക്ക് എങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇയാളെങ്ങനെ അങ്ങനെ പ്ലാൻ ചെയ്തത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു എന്ന് കാണുമ്പോഴേക്ക് ഇയാളുടെ ആ ചിന്ത പമ്പ കടന്നു. റിയലൈസേഷൻ ഈസ് ദ ഫസ്റ്റ് റെമഡി ആൻഡ് ഫസ്റ്റ് ക്യൂർ എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ടടാ, നീ എങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കാത്ത ഒരാൾക്ക് ചിന്തിക്കുന്ന പ്രേരണ കൊടുക്കുകയാണോ എന്നൊക്കെ തോന്നിയിട്ട് ചോദിക്കാതിരിക്കാറുണ്ട്. പക്ഷെ ചോദിക്കുന്നതിൽ തെറ്റില്ല. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെപ്പോലെ തന്നെ ഒരു അനാഥൻ, ഞാൻ അനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മതം മാറിയത് കൊണ്ട് അനാഥനായി പോയതാണ്. അതുപോലെ അനാഥനായ മാതാപിതാക്കളെ ഇല്ലാത്ത ഒരു കുട്ടിയെ മൗറീഷ്യസ് ബ്രദർ വളർത്തി വലുതാക്കി. ഒരു കാലത്ത് ഞാൻ അവനെ കണ്ടപ്പം ഇവൻ വളരെ വിഷാദനായി, ഇവൻ മരിക്കാൻ തന്നെ തീരുമാനിച്ച് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ ഇവൻ്റെ സംസാരത്തിലൊക്കെ ഭയങ്കര അകൽച്ചയും ഇനി ഉണ്ടാവില്ല എന്നൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ദിവസം അവനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു, അല്ല നീ ഇങ്ങനെ എന്നെ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ട്? എന്തോ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് ചോദിച്ചത്. ഇവനൊരു ഒറ്റ കരച്ചിൽ അവൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷെ അവൻ ഇന്നും ജീവിക്കുന്നു. കാരണം ആ ഒരൊറ്റ ചോദ്യത്തിൽ അവനെ തിരിച്ചെടുക്കാൻ ദൈവം എന്നെ ഒരു ഉപകരണമാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങനെ അവരോട് തുറന്ന് ചോദിക്കാൻ തന്നെ പഠിക്കണം. അതൊരു മോശമൊന്നുമല്ല, അവനെ ആശ്വസിപ്പിക്കലും കൂടെയാണ്. അവൻ്റെ മനസ്സ് തുറക്കാൻ എനിക്കൊരു അവസരം കൊടുക്കാൻ പറ്റി. അവൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇനി അപകട സാധ്യതകൾ, അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും സ്വഭാവം കാണുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഫ്രണ്ട് സർക്കിളിലോ ഉണ്ടെങ്കിൽ അവർക്ക് അപകട സാധ്യതയുള്ള സാഹചര്യത്തിൽ നിന്ന് അവരെ മാറ്റുക. ഒറ്റക്കൊരു റൂമിൽ പെടുത്താതിരിക്കുക, മാരക ആയുധങ്ങൾ അവരുടെ കയ്യിലില്ലാതിരിക്കുക, വിഷങ്ങളൊന്നും അവരുടെ പരിസരത്തില്ലാതിരിക്കുക. അതായത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ചെറുതായിട്ടുള്ളവരെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റുക, ഒറ്റപ്പെടുത്താതെ ഇരുത്തുക, വിദഗ്ധമായ സഹായങ്ങൾ തേടുക. അതിന് ഗവൺമെൻറ്റും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങൾ തേടുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരോട് കൈകൂപ്പി വളരെ സ്നേഹത്തോടൊരു കാര്യം പറയാനുണ്ട്, കേൾക്കണം. നിങ്ങൾ മറ്റുള്ളവർ എത്ര നല്ലവരാണെങ്കിലും അഭിനന്ദിക്കാൻ മടിക്കുന്നവരാണ് പൊതുവെ, നിങ്ങളും ഞാനും. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ അത് പരമാവധി ആഘോഷിക്കാനുള്ള ത്വരതയുള്ളവരാണ് ഞാനും നിങ്ങളും. എന്തോ നമ്മളുടെ ജന്മഗുണമാണ് മറ്റുള്ളവൻ്റെ പരാജയങ്ങൾ കാണുക, അത് പ്രചരിപ്പിക്കുക, അതിൽ രസിക്കുക എന്നുള്ളത്. ഒരു പരിധിവരെ ജീവിതത്തിൽ അല്പം നിരാശയുള്ളവരായിരിക്കും മറ്റുള്ളവരുടെ പരാജയത്തിൽ വല്ലാതെ സന്തോഷിക്കുന്നവർ എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ അഭിപ്രായം എന്നത് മറക്കരുത്. ഇപ്പം മാരിയോ ജോസഫ് എന്ന എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വളരെ മോശമായി കുറേ തെറി അങ്ങോട്ട് എഴുതുക. ഈ എഴുതുന്നവന് ഇത് എഴുതുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം എൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു തീർന്നു, അവനൊരു സന്തോഷം. അതുകൊണ്ട് അവൻ എഴുതിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. പക്ഷേ ഈ വായിക്കുന്ന ഞാൻ അത് വായിക്കുമ്പോൾ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ഈ എഴുതിയവൻ്റെ ലക്ഷ്യം എഴുതുമ്പോൾ സന്തോഷം കിട്ടുക എന്നതിനേക്കാളുപരി വായിക്കുന്നവന് ദുഃഖം കിട്ടുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിങ്ങനെ മറ്റുള്ളവരെ ദുഃഖിപ്പിച്ച് വരുമ്പോഴാണ് സമൂഹത്തിൽ എൻ്റെ വിലയും നിലയും നഷ്ടപ്പെട്ടു എന്ന ഒരു ബോധ്യം വന്നിട്ട് പതുക്കെ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ നല്ല ഒരു റെസ്പെക്റ്റീവ് പൊസിഷനിൽ ഇരുന്നവരെ എല്ലാവരും കൂടെ വേട്ടയാടുമ്പോഴാണ് ഒന്നെങ്കിൽ ഡിപ്രഷനിൽ ഇല്ലാണ്ടായി പോകുന്നത് ആ വ്യക്തി, ഇനി അതല്ല എങ്കിൽ ആത്മഹത്യയിൽ ഇല്ലാണ്ടായി പോകുന്നത്. അതുകൊണ്ട് എനിക്കെൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, കർമ്മ എന്ന് പറഞ്ഞാൽ അത് സത്യമായിട്ടും ഉള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ അങ്ങേയറ്റം വേദനിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ എഴുതുന്ന, കളിയാക്കുന്ന, കുറ്റപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ അപ്ലോഡ് ചെയ്യുന്നവർ അവരതിന് ന്യായം കണ്ടെത്തുന്നത് തിരുത്തൽവാദി എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, തിരുത്തിക്കോളൂ, അതിന് സഭ്യമായ ചില ഭാഷകളില്ലേ, അതിന് അവർ നൽകുന്നത് ഇത് റിയാക്ഷൻ ആണെന്നാണ്. അത് റിയാക്ഷൻ ചെയ്യുന്നതിന് തെറ്റില്ല, പക്ഷെ അതൊരു സഭ്യമായ ഭാഷയിലാകുന്നതിൽ എന്താണ് കുഴപ്പം?
ഒരാളുടെ തെറ്റ് തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ഒരാളോട് റിയാക്ട് ചെയ്യുന്നതിനോ റെസ്പോണ്ട് ചെയ്യുന്നതിനോ ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷെ സഭ്യമായ ഭാഷയിലൂടെ കളിയാക്കാതെ അയാളുടെ വ്യക്തിത്വത്തെ ഹനിക്കാത്ത തരത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ള. പക്ഷെ മാരിയോയെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്ന വലിയൊരു കൃപ എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ സെൽഫ് വർത്ത് അത് ഒരാൾ കളിയാക്കിയത് കൊണ്ട് ഒഴുകിപ്പോകുന്നൊരു സാധനമല്ല, ഒരാൾ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒരാൾ തെറി പറഞ്ഞത് കൊണ്ടോ അങ്ങോട്ട് ഒഴുകിപ്പോകുന്ന ഒരു സാധനമല്ല എൻ്റെ സെൽഫ് വർത്ത്. എന്നെ സൃഷ്ടിച്ചവൻ ആരാണെന്നും എന്നെ സംരക്ഷിക്കുന്നവൻ ആരാണെന്നും എന്നെ വിളിച്ചവൻ ആരാണെന്നും എന്നെ ഏത് ലക്ഷ്യത്തിനാണ് വിളിച്ചതെന്നും എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നും ഒരു പരിധിവരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് മാരിയോ. അതുകൊണ്ടാണ് എത്ര തെറി കമൻറ്റ് വന്നാലും തിരിച്ച് ഗോഡ് ബ്ലെസ് യു എന്നിടാൻ എനിക്ക് സാധിക്കുന്നത്, പലപ്പോഴും കമൻറ്റുകൾ ഡെലിറ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നത്. എന്നാൽ അത് വായിച്ച് വേദനിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഡെലിറ്റ് ചെയ്ത് കളയും. ഞാനത് ഡെലിറ്റ് ചെയ്യുന്നത് പരമാവധി കുറച്ചതാണ്. എന്നാൽ ഒരു പ്രത്യേക സമുദായം, ഞാൻ ഏത് സമുദായത്തിൽ നിന്ന് മാറി വന്നോ ആ ഒരു സമുദായത്തെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ഇടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ കമൻറ്റ് ഓഫ് ചെയ്തിടുന്നത് ആ ഒരു സമുദായത്തിൻ്റെ സംസ്കാരം അത്രയും വഷളത്തരമാണെന്ന് സമൂഹം അറിയുമ്പോൾ അവർക്ക് ആ ഇസ്ലാമോഫോബിയ വല്ലാതെ വളരുമല്ലോ എന്നോർത്തിട്ടാണ്. എൻ്റെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നോട് ഇഷ്ടമുള്ള മുസ്ലിമീങ്ങളോടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഒരു പരിധിവരെ നിങ്ങളെ വിമർശിച്ച് എന്തെങ്കിലും വീഡിയോ ഞാൻ ഇടുമ്പോൾ, ഒരിക്കലും കളിയാക്കലിനെ കുറ്റപ്പെടുത്താറില്ല, വിമർശിച്ചിടേണ്ടി വരുമ്പോൾ കമൻറ്റ് ബോക്സെ ഓഫ് ചെയ്തിടുന്നത് നിങ്ങൾ വളരെ വൾഗറായ കമൻറ്റുകൾ എഴുതുമ്പോൾ ആ സമുദായത്തോട് ജനങ്ങൾക്കുള്ള വൈരാഗ്യം കൂടുകയും ഇസ്ലാമോഫോബിയ വളരുകയും ചെയ്യുന്നു എന്ന് ഓർത്തിട്ട് ഞാനത് ഹൈഡ് ചെയ്തിടുന്നതാണ്. അല്ലാതെ നിങ്ങൾ തെറി പറഞ്ഞതുകൊണ്ട് എനിക്ക് വല്ലാതെ ഏക്കുന്നു ഓർക്കണ്ട. എല്ലാവരും പറയും ഭയങ്കര തൊലിക്കട്ടിയ, കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ്. ഇത് തൊലിക്കട്ടി എന്നല്ല ഇതിന് പറയും, ഇതിന് മനക്കട്ടി എന്നാണ് പറയുക. ഈ മനക്കട്ടിയുള്ള ഒരുത്തനെയും ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, നിങ്ങളിപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് മോശമായി കളിയാക്കിയെങ്കിൽ എഴുതിയാൽ എനിക്ക് വേദനിക്കുമെന്ന് വിചാരിച്ചല്ലേ എഴുതുന്നേ. ഞാനെങ്ങാനും വേദനിച്ചാൽ ഞാൻ തോറ്റുപോയി നിങ്ങളുടെ മുമ്പിൽ. ഞാൻ വേദനിക്കാതെ ചിരിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു തിരിച്ചു തന്നാൽ നിങ്ങൾ തന്നെ തോറ്റുപോവുകയാണ്. കാരണം നിങ്ങളുടെ ലക്ഷ്യം നടന്നിട്ടില്ല. എന്നെ പ്രൊവോക്ക് ചെയ്യുക, അതായത് എന്നെ ഒന്ന് ട്രിഗർ ചെയ്യുക, എൻ്റെ വികാരത്തെ ഒന്ന് ഇളക്കി വിടുക, എന്നിട്ട് ചിന്തിക്കാതെ പ്രവർത്തിപ്പിക്കുക, സംസാരിപ്പിക്കുക എന്ന ലക്ഷ്യം ഗോഡ് ബ്ലെസ് യു എന്നൊരൊറ്റ വാക്കിൽ തിരിച്ചു തരാൻ സാധിക്കുന്ന ഒരു മനക്കട്ടി, അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കുള്ള സാധനമാണ്. അത് ക്രിസ്തുവിൻ്റെ പാതയാണ്. അതായത് അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ മോശപ്പേര് വിളിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മാതാവ് പുരുഷനില്ലാതെ ഗർഭിണിയായി എന്നും പറഞ്ഞ് വിളിച്ചവർ. അദ്ദേഹം വളർന്നു വരുമ്പോഴേക്ക് അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചവരുണ്ടായിരുന്നു, അദ്ദേഹത്തെ തീറ്റിഭ്രാന്തൻ എന്ന് വിളിച്ചവരുണ്ടായിരുന്നു, തെണ്ടി എന്ന് വിളിച്ചവരുണ്ടായിരുന്നു. അദ്ദേഹത്തെ കളിയാക്കിയിട്ട് കൊല്ലുന്ന സമയത്ത് പോലും എന്താ ഇസൂസ് നെസ്രാനിയോസ് റക്സ് ഇദിയോറം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ മുഖത്ത് കാർപ്പിച്ച് തുപ്പിയിട്ടുണ്ട്, അദ്ദേഹത്തെ താടിയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ ലോകത്ത് ഒരു മനുഷ്യൻ വൈകാരികമായി സഹിക്കേണ്ടതിൻ്റെ അങ്ങേയറ്റം അത് ഒരു തെറ്റും ചെയ്യാതെ സഹിച്ച ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്ന മാരിയോ ജോസഫിനെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള 4 തെറി കൊണ്ട് ഒന്ന് ദുഃഖിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് എത്തിപ്പിക്കാമെന്നോ അവനെ അങ്ങ് തകർത്ത് കളയാമെന്നോ ഒക്കെയുള്ള വിചാരം വെറും മണ്ടത്തരമാണ്. ഇത് തന്നെയാണ് എനിക്ക് ആത്മഹത്യാ പ്രവണതയുള്ള ഓരോ മനുഷ്യരോടും പറയാനുള്ളത്. എനിക്ക് ആത്മഹത്യാ പ്രവണത ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, മരിച്ചു കളയണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കതുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദുരഭിമാനമാണ്. അതായത് അവരുടെ മുമ്പിൽ അവരെ പോലെ ആകാൻ പറ്റിയില്ല, ഞാൻ തളർന്നു പോയി, ഞാൻ അവർക്കെല്ലാം ഒരു ഭാരമായി പോയി, അവരെല്ലാം എന്നെ കളിയാക്കുന്നു, ഇവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുന്നു, നാളെ ഞാൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം എല്ലാം തകർന്നു പോയാലോ, എൻ്റെ കുടുംബമെല്ലാം തകർന്നെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കൂക്കി വിളിച്ചാലോ, ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജനിച്ചവനാണ്. ജീവിതത്തിൻ്റെ ഇടയിൽ ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലും ഒറ്റയ്ക്ക് പോകേണ്ടവനാണ്. എൻ്റെ സെൽഫ് വർത്ത് ഞാനാണ് തീരുമാനിക്കേണ്ടത്, എന്നെ സൃഷ്ടിച്ച ദൈവമാണ് തീരുമാനിക്കേണ്ടത് എന്നൊരു ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള സമാധാനത്തെ അനക്കാൻ ആർക്കും പറ്റില്ല. എൻ്റെ പൊന്നു സഹോദര സഹോദരി, ഒരാൾ നിങ്ങളെ തെറി പറയുന്നതോ കളിയാക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ മോശം കമൻ്റ് എഴുതുന്നതോ മോശം വീഡിയോ നിങ്ങളെക്കുറിച്ച് ചെയ്യുന്നതോ നിങ്ങളെ വേദനിപ്പിക്കാനാണ്. അത് കേട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേദനിച്ചു എന്നർത്ഥം, നിങ്ങൾ അയാളുടെ മുമ്പിൽ തോറ്റു എന്നർത്ഥം. എന്നാൽ സത്യവിരുദ്ധമായി എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതല്ല സത്യം, ഇന്നതാണ് സത്യം എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. അത് ഞാൻ ഇനിയും ചെയ്യും, ഇനിയും തുടർന്നു കൊണ്ട് പോവുകയും ചെയ്യും. അപ്പം വിഷയം ഇവിടെ മാരിയോ ജോസഫ് അല്ല, ആത്മഹത്യാ പ്രവണത. അത് ശരിക്കും ഒരാൾ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, അയാൾ നേരിടുന്ന പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. മരണമല്ല ലക്ഷ്യം, പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. അപ്പോൾ ഈ പ്രശ്നമുള്ളവരെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പറ്റുമോ? അതിനുള്ള പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ പറ്റുമോ? തീർച്ചയായും സഹായിക്കാൻ പറ്റും. കണ്ടെത്തുന്നത് അവരുടെ വാക്കുകളിലൂടെയും അവരുടെ പെരുമാറ്റത്തിലൂടെയുമാണ്. അതെങ്ങനെയെന്നും വ്യക്തമായി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. ഫിലോകാലിയ ഫൗണ്ടേഷൻ ROCയിൽ രജിസ്റ്റർ ചെയ്ത, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ MCA പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത
നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇത് വളരെ സുതാര്യമായൊരു സ്ഥാപനമാണ്. 1 രൂപ വന്നാലും പോയാലും കണക്കുള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ ഒരുപാട് നന്മ പ്രവർത്തികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഭവനരഹിതർക്ക് ഭവനം, ഭൂരഹിതർക്ക് ഭൂമി, അതുപോലെ തന്നെ മരുന്ന് കഴിക്കാൻ സാധിക്കാത്ത, മരുന്നെന്ന് പറഞ്ഞാൽ കിഡ്നി, ഹാർട്ട്, ലിവർ രോഗമൊക്കെ വന്നിട്ട് 5000, 10,000, 20,000 രൂപയുടെ മരുന്ന് മാസം കഴിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവരെ, അതുപോലെ വിവാഹപ്രായം എത്തി 4, 5, 6 പെൺപിള്ളേരൊക്കെ ഉള്ള കുടുംബങ്ങളെ ചെറിയ സഹായിക്കുന്നു. അനാഥരായ കുഞ്ഞുങ്ങളെ നമ്മൾ സഹായിക്കുന്നു. വസ്ത്രമില്ലാത്ത മനുഷ്യർക്ക് നമ്മൾ വസ്ത്രം എത്തിച്ചു കൊടുക്കുന്നു. ഇന്നലെ പോലും ഒരു ഫോണില്ലാത്തൊരു കുട്ടിക്ക് നമ്മൾ അമേരിക്കയിൽ നിന്നും ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ, ന്യൂജേഴ്സിയിലെ ഒരു മലയാളി അസോസിയേഷനിലെ ഒരു സഹോദരൻ്റെ സഹായത്തോടെ നമ്മളൊരു ഫോൺ വരെ മേടിച്ചു കൊടുത്തു. ഇങ്ങനെ ഡെയിലി നന്മ നടക്കുന്നൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ചാലക്കുടിയിൽ നിന്നും ഇരിങ്ങാലക്കുട പോകുന്ന വഴിക്ക് ആളൂരിനടുത്ത് കനാൽ പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ്റെ ഓഫീസിൽ കയറുക. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അറിയിക്കുക. സാധിക്കുന്നത് ചെയ്തു തരും. ഞങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിലും നേരിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം പലരും നമുക്ക് വസ്ത്രങ്ങൾ അയച്ചു തരുന്നുണ്ട്, പലരും നമ്മൾക്ക് പലചരക്ക് സാധനങ്ങൾ ഇവിടെ എത്തിച്ചു തരുന്നുണ്ട് പാവപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടി. പലരും ചെറുത് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇത് അതിനുള്ളൊരു ചെറിയൊരു കോർപ്പറേറ്റ് ഓഫീസ്, നന്മ ചെയ്ത് മുന്നോട്ട് കടന്നു പോകാൻ. പലരും കളിയാക്കിക്കൊണ്ട് പറയും, നീ ജോലി ചെയ്തുള്ള കാശ് കൊണ്ട് നന്മ ചെയ്താൽ പോരെ, നന്മ ചെയ്താൽ പോരെ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഗവൺമെൻറ്റേതര സ്ഥാപനങ്ങൾ, അതായത് NGO, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷന് ഉള്ള പെർമിഷൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഓരോ സ്റ്റേറ്റിലും നൽകേണ്ട കാര്യമില്ല. ഇത് തീർച്ചയായും ഗവൺമെൻറ് ചെയ്യുന്ന ഒരുപാട് പ്രൊജക്റ്റുകളിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കാനുള്ള ഓർഗനൈസേഷനാണ്. ഇതിന് നിയമാവലികളുണ്ട്. ആ നിയമാവലികൾ പാലിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓർക്കണം, നമ്മൾ കേരളത്തിൽ കാണുന്ന ഏത് മതത്തിൻ്റെ സ്കൂളാണെങ്കിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും കോൺവെൻറ്റുകളാണെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരിക്കും. അവരെല്ലാം അവർക്ക് അതിൻ്റെതായ വഴികളുണ്ട് നടത്തിക്കൊണ്ടു പോകാൻ. പക്ഷേ ഫിലോകാരിയ ഫൗണ്ടേഷൻ നിങ്ങളുടേതാണ്, ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിൻ്റെതല്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടെ നിൽക്കണമെന്നൊരു വിനയ അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. സർവശക്തനായ ദൈവം ഇതേ സമയം ലോകത്ത് ആരെങ്കിലും മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ ആ ചിന്തയിൽ നിന്നൊരു മോചനം അവർക്ക് നൽകട്ടെ. മലയാള ഭാഷയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ച് അവരുടെ കുടുംബത്തിലോ വരും തലമുറയിലോ ആത്മഹത്യ എന്നൊരു പൈശാചിക പ്രവണത ഇല്ലാതാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.